വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്ത് മത്സ്യക്കൊയ്ത്ത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ മത്സ്യബന്ധനത്തിനിറങ്ങിയ മിക്ക വള്ളങ്ങൾക്കും കൈ നിറയെ മീൻ ലഭിച്ചു. മണങ്ങ്, ചൂട, കോര, മുള്ളൻ തുടങ്ങിയ ചെറിയ ഇനം മത്സ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില വള്ളങ്ങൾക്ക് ചെമ്മീനും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിൽ കടൽ ശാന്തമായിരുന്നു. ചാകരക്കോള ലഭിക്കുമെന്ന പ്രതീക്ഷ കണ്ടു തുടങ്ങിയതോടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വള്ളങ്ങളും മത്സ്യത്തൊഴിലാളികളും വഞ്ചിപ്പുരയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മത്സ്യം ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി വാഹനങ്ങളും കച്ചവടക്കാരും തമ്പടിച്ചതോടെ വഞ്ചിപ്പുര കടപ്പുറം ഉത്സവാന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. പടിഞ്ഞാറെ വെമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന വാരാചരണത്തിന്റെ സമാപനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു. സാഹിത്യകാരൻ ബക്കർ മേത്തല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദ്യമേ ഞാൻ പറയട്ടെ, ഒരു ദിവസം മാത്രം ആചരിച്ചിരുന്ന വായനാ ദിനത്തിൽ നിന്ന് അതൊരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാവാരത്തിലേക്ക് വികസിതമായപ്പോൾ സർക്കാർ ഉദ്ദേശിച്ചത് അതിന്റെ ലക്ഷ്യത്തെ, അതിന്റെ ആശയങ്ങളെ, അതിന്റെ സ്വപ്നങ്ങളെ കുറെ കൂടെ വിപുലീകരിക്കുക എന്നതാണ്. പക്ഷേ അതിനേക്കാൾ കുറെ കൂടെ ആ ലക്ഷ്യത്തെ പരിവർത്തിപ്പിക്കുകയും ഒരാഴ്ചക്ക് മാത്രം ഉതകുന്ന ഒന്നാക്കി വായനയെ പരിമിതപ്പെടുത്താതെ നിത്യവായന എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് വായനയുടെ ലോകത്തെ വികസിതമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളായ നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഏറ്റെടുക്കേണ്ട വലിയൊരു കാര്യം എന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. കാരണം വായന എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ വെച്ച് മാറേണ്ട ഒന്നാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പുസ്തകങ്ങൾ അവന്റെ ഇടപിരിയാത്ത കൂട്ടുകാരായിരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതോടുകൂടി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല വായന. വായനയുടെ ലോകം സദാ നമ്മൾ വികസിതമാക്കുകയും ആ ലോകത്ത് എപ്പോഴും നിതാന്ത ജാഗ്രതയോടുകൂടി കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരാളുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്, ആവശ്യമാണ്. അതുകൊണ്ടാണ് വിഖ്യാതനായ കാർലൈൽ എന്ന എഴുത്തുകാരൻ, ചിന്തകൻ ഒരിക്കൽ പറഞ്ഞു, ചിന്തകളുടെ പ്രസവമുറിയാണ് വായനശാല. പ്രധാന അധ്യാപിക ലബീദ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് ഉണ്ണികൃഷ്ണൻ, സീറ്റോ അഗസ്റ്റിൻ, സക്കീന, സേതു ലക്ഷ്മി, അഷിത തുടങ്ങിയവരും സംസാരിച്ചു. കയ്പമംഗലം മനക്കപ്പാടം തോട് നാട്ടുകാർ നന്നാക്കി. അധികൃതർ എത്തിനോക്കാൻ മടിച്ചതോടെ നാട്ടുകാർ തോട് നന്നാക്കി. കയ്പമംഗലം പഞ്ചായത്ത് 12-ാം വാർഡിലെ മനക്കപ്പാടം തോടാണ് മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുക്ക് നിലച്ച് കൊതുകുകളും ദുർഗന്ധവും രൂക്ഷമായ അവസ്ഥയിലായത്. ഇത് തുടർന്ന് നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി തോട് വൃത്തിയാക്കുകയായിരുന്നു. എമിറേറ്റ്സ് റോഡ് പാത്രക്കമ്പനി പരിസരം നിവാസികളായ കുട്ടൻ, ബഷീർ, അഫ്സൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തോട് നന്നാക്കിയത്. കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട് നന്നാക്കിയെങ്കിലും ഈ വർഷം പ്രദേശത്തെ അവഗണിച്ചതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കർഷക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കുവാൻ ഈ മാസം 30-ന് മുൻപായി ഐഡന്റിറ്റി കാർഡ് സഹിതം അതാത് കൃഷിഭവനിൽ വന്ന് രജിസ്റ്റർ ഒപ്പുവെക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ചരമവാർത്ത. കയ്പമംഗലം വഴിയമ്പലം മഹാരാജ ഓഡിറ്റോറിയത്തിന് കിഴക്ക് ഭാഗം കുറുട്ടിപ്പറമ്പിൽ കുമാരൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. ഭാനുമതിയാണ് ഭാര്യ. രാജു, രജിത, രിജി എന്നിവർ മക്കളും അനിത, സുധീഷ്, സുരേഷ് ബാബു എന്നിവർ മരുമക്കളുമാണ്. ശവസംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകൾ. കൃഷിക്കും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയെന്ന് CN ജയദേവൻ MP. എറിയാട് പഞ്ചായത്തിൽ കടലാക്രമണ പ്രതിരോധ നടപടികൾ അടിയന്തിരമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തീരദേശ മാർച്ചും പഞ്ചായത്ത് ഓഫീസ് ധർണയും നടത്തി. കൊടുങ്ങല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ SSLC ബുക്കിൽ കൃത്രിമം നടത്തിയത് അന്വേഷിക്കാനെത്തിയ VHSE അസിസ്റ്റന്റ് ഡയറക്ടറെയും സംഘത്തെയും രക്ഷിതാക്കൾ തടഞ്ഞുവെച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.